ആഘോഷിക്കുന്ന സിദ്ധാർത്ഥന്റെ 2 മക്കളിൽ ഇളയതാണ്. പിറന്നാളോടനുബന്ധിച്ച് ഇന്നിവിടെ ഡയാലിസിസ് ചെയ്യുന്നവർക്ക് 70 കിറ്റുകളാണ് വിതരണം ചെയ്യുന്നത്. നമ്മുടെ മീറ്റിംഗ് ഇവിടെ ആരംഭിക്കുകയാണ്. സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി SNDP എടശ്ശേരി ശാഖയുടെ എക്സിക്യൂട്ടീവ് മെമ്പറും റിട്ടയർഡ് പോലീസ് ഇൻസ്പെക്ടറായ ജയപ്രകാശ് മാമ്പുള്ളിയെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവർ, നമ്മുടെ SNDP എടശ്ശേരി ശാഖയുടെ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ധാർത്ഥേട്ടൻ, ഞങ്ങൾ സിദ്ധാർത്ഥേട്ടൻ എന്ന് വിളിക്കുന്നു, സിദ്ധാർത്ഥൻ കോൾപ്പാണ്. അദ്ദേഹത്തിൻ്റെ 70ാമത് ജന്മദിന സപ്തതി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ജീവകാരുണ്യ പ്രവർത്തനം എന്ന നിലയിൽ 70 കിറ്റ്, ഡയാലിസിസ് കിറ്റ് ഇവിടെ വെച്ച് നൽകുകയാണ്. അപ്പം അതിൻ്റെ ഒരു ചടങ്ങുകളാണ് നമ്മളിപ്പോൾ. അതോടൊപ്പം അദ്ദേഹത്തെ അനുമോദിക്കുകയും കൂടി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതിന് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ യോഗത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യാം. പിന്നെ ഔപചാരികതയുടെ പേരിൽ നമ്മളുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ട് നമ്മളുടെ എടശ്ശേരി ശാഖയുടെ SNDP ശാഖയുടെ പ്രസിഡന്റായിട്ടുള്ള കാർത്തിയൻ വാലത്തിന് ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ട് ക്ഷണിക്കും. SNDP നാട്ടിക യൂണിയൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്ണത്താണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യാം. SNDP യോഗത്തിൻ്റെ കേന്ദ്ര കമ്മിറ്റി മെമ്പറാണ് പ്രകാശ് കടൽ. SNDP എടശ്ശേരി ശാഖയുടെ കാര്യകർത്താക്കളിൽ ഈ ശാഖയുടെ ചുമതലക്കാരനും കൂടിയാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യാം. അതുപോലെ തന്നെ വനിതാ സംഘം സെക്രട്ടറിയാണ് പത്മിനി ജയപ്രകാശ്. ചേച്ചിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. അതുപോലെ നമ്മളെ സഹോദരന്മാരാണ് 4ാം വാർഡ് മെമ്പർ നീന സുഭാഷ്. നമ്മളെ ഈ SNDP യോഗത്തിലെ എടശ്ശേരി ശാഖയുടെ എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയാണ്. അതുപോലെ തന്നെ 3ാം വാർഡ് മെമ്പറാണ്. ഞാൻ നേരത്തെ സഹോദരന്മാർക്ക് പറയാൻ കാരണം, ജനത ഫാൻസിയുടെ ഓണറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും. കാരണം അദ്ദേഹം 51ാമത്തെ വയസ്സിൽ 51 കിറ്റ് കൊടുത്ത ആളാണ്. ഇതുപോലെ തന്നെ സഹോദരന്മാരെ എല്ലാവർക്കും ഇന്ന് കൂടുതലായിട്ട് സംസാരിക്കേണ്ട കാരണം വളരെ അകയിൽ നിന്ന് ഈ കിറ്റിന് വേണ്ടി വന്ന് തിരിച്ച് അവരെ വീട്ടിലേക്ക് അദ്ദേഹത്തിനുണ്ട്. സമയപ്പോൾ തന്നെ 4:30 അതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. എങ്കിലും നമ്മുടെ സെക്രട്ടറി സിദ്ധാർത്ഥന് ഇങ്ങനെ ഒരു 70ാം പിറന്നാൾ ആഘോഷം SNDP ശാഖയെ കുറിച്ച് നടത്താൻ ഒരു അവസരമുണ്ടായിരിക്കും. അത് ഇന്നൊരു ആരോഗ്യ പ്രവർത്തനത്തിൻ്റെ പേരിൽ ഒരു 70 ഡയാലിസിസ് കിറ്റ് നൽകുന്നത് വളരെയധികം സന്തോഷമുണ്ട്. യോഗാധ്യക്ഷനും ശാഖയുടെ പ്രസിഡന്റ് കൂടിയായ കാർത്തികേട്ടൻ, പ്രിയങ്കരനായ ശാഖയുടെ പ്രസിഡന്റ് സിദ്ധാർത്ഥൻ, സ്നേഹമുള്ള SNDP യോഗത്തിൻ്റെ ബോർഡ് മെമ്പർ പ്രകാശ് കടലിന്, സ്നേഹമുള്ള ജയപ്രകാശ് മെമ്പർ മീന സുഭാഷ്, ജനതാ ഫാർമസിയുടെ ശ്രീ അവർ, സ്നേഹമുള്ള പപ്പേച്ചി തുടങ്ങിയ വേദിയിലും സദസ്സിലൊക്കെയുള്ള ഏറെ ഭയങ്കരായ കുടുംബാംഗങ്ങൾ, പ്രിയമുള്ളവർ, നേരത്തെ യോഗാധ്യക്ഷൻ പറഞ്ഞ പോലെ ഇവിടെ യാതൊരു പ്രശസ്തിയും പ്രസംഗത്തിനില്ല എന്നറിയാം. ഒരുപാട് അസുഖങ്ങൾ ഒക്കെ
അനുഭവിക്കുന്ന ആളുകൾ വളരെ ദൂരെ നിന്നൊക്കെ എത്തി നമ്മുടെ ഈ കിറ്റ് വാങ്ങുന്നതിന് വേണ്ടി, ഡയാലിസിസ് കിറ്റ് വാങ്ങുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ളതാണ്. തീർച്ചയായും രണ്ട് വാക്ക് നമ്മുടെ സെക്രട്ടറിയെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. ഞാനെപ്പോഴും ഇതിലെ പോകുമ്പോൾ, ഞാൻ ഈ നാട്ടിക യൂണിയൻ വന്നത് 24 വർഷം മുമ്പാണ്. 24 വർഷമായിട്ട് ഞാൻ തന്നെയാണ് അതിൻ്റെ പ്രസിഡന്റ്. ഈ എടശ്ശേരി ശാഖനെ സംബന്ധിച്ച് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു വ്യക്തിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കരുവത്തിലെ ധർമ്മപാൽ ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ ചോരയും വേർപ്പുമാണ് ഈ ശാഖ എന്ന് പറയാതിരിക്കാൻ വയ്യ. എപ്പോഴും ഇതിലെ പോകുമ്പോൾ ഈ ശാഖ കാണുമ്പോൾ ആദ്യം മനസ്സിൽ ഓടി വരുന്നത് അദ്ദേഹത്തിൻ്റെ മുഖമാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ നമ്മളെയൊക്കെ വിട്ടുപോയതിന് ശേഷം മനസ്സിലേറെ ആശങ്കയുണ്ടായിരുന്നു ഈ ശാഖ എങ്ങനെയാകും എന്നൊക്കെ. എന്തോ ഗുരുദേവൻ നേരത്തെ JPയും നമ്മുടെ കാർത്തികേയനൊക്കെ പറഞ്ഞ മാതിരി ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുഗ്രഹം ഉള്ള ഒരു ശാഖയ്ക്ക് ഒരിക്കലും ഒരാൾ പോയി കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും ഭംഗിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ തലപ്പത്ത് ആളുകൾ എത്തുന്നത് സാധാരണയാണ്. എല്ലാം കഴിഞ്ഞവരായിട്ട് ആരും ഉണ്ടാവില്ല, എങ്കിലും ഇത് ചെവി അറിയാതെ ചെയ്യുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്ന് എനിക്കറിയാം. ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എനിക്ക് ഈ 60-ാം വയസ്സിൽ ഞാൻ ബന്ധുക്കളൊക്കെ വിളിച്ച് ഭക്ഷണം കൊടുത്തല്ലാതെ ഒരു ആഘോഷം നടത്തി. 70-ൽ ഞാൻ ആലോചിച്ചപ്പോൾ അതല്ല, കുറച്ചുകൂടി നന്നായിട്ട്, അതായത് ഇതിൻ്റെ ചെറിയ ആവശ്യമുള്ള ഈ ഡയാലിസിസുമാരുള്ള കാര്യങ്ങൾ അതിനൊരു കിറ്റ് കൊടുത്താൽ കുറച്ച് നന്നായിരിക്കുമെന്നൊക്കെ മനസ്സിൽ തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ഒരു 70-ാം വയസ്സിൽ ഇതിന് വേണ്ടിയിട്ട് ഞാനത് റെഡിയായത്. ഈ കിറ്റിന് എനിക്ക് പ്രയോജനം തന്നത് ഫാൻസിയുടെ ഓർഡറായ ടെന്നിയാണ്. പുള്ളിയുടെ ബർത്ത്ഡേക്ക് 50 കിറ്റ് കൊടുക്കുന്നുണ്ട്. വാട്സാപ്പിലും ഇതിലൊക്കെ കണ്ടു. അതാണ് എനിക്ക് പ്രചോദനം കിട്ടിയത്. അപ്പോൾ അത് അദ്ദേഹം അത് ഓടി വയ്ക്കുകയാണെങ്കിൽ എനിക്കൊരു പക്ഷേ അത് കിട്ടില്ല, ഇതിന് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇതിനെ ചെയ്യുന്നത് വളരെ നല്ലതാണ്, മറ്റുള്ളവർക്ക് പ്രചോദനം കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ എനിക്കിവിടെ ഇങ്ങനെ ഒരു ആദരവ് തന്ന എൻ്റെ SNDP എക്സിക്യൂട്ടീവ് അംഗങ്ങളും പ്രത്യേകിച്ച് പ്രസിഡന്റ് കാർത്തികേയൻ, മറ്റ് എല്ലാവരോടും എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. എല്ലാ ഗവൺമെൻറ്റും ഷാമേറ്റും എന്നെ ആദരിച്ചതിന് ഞാൻ വളരെ നന്ദിയുണ്ട്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരോടും ഞാൻ എൻ്റെ പ്രകൃതിൻ്റെ ഭാഷയിൽ എനിക്ക് വേണ്ടി ഞാനത് നന്ദി രേഖപ്പെടുത്തുകയാണ്. അടുത്തതായിട്ട് നമുക്ക് 2 വാക്ക് പറയുന്നതിന് വേണ്ടി നമ്മുടെ 2 പേരുണ്ട്. ടെന്നി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ ഞങ്ങളുടെ ആശയം 25-ാം വാർഷിക പീഡിയയുടെ ആഘോഷിക്കുന്നു ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഇതുപോലെ ഭക്ഷണമാവാം, നല്ല കസ്റ്റമർ വിളിക്കാം എന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്കൊരു മാതൃക തന്നത്. അച്ഛൻ പറഞ്ഞു ഈ അത്ര ബഡ്ജറ്റ് ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേകത. അങ്ങനെ നമ്മൾ 100 പേർക്ക് ഡയാലിസിസ് ചെയ്യുന്ന പ്രോഗ്രാം ചെയ്തു. പിന്നെ ഇന്നിവിടെ ഡേവിസച്ച് എത്തിയിട്ടില്ല. പക്ഷെ ഡേവിസച്ചൻ്റെ കിഡ്നി മാറ്റി വെച്ച് ഗോപിയുടെ കൂടെ വന്നിട്ടുണ്ട്. നമസ്കാരം. ഒറ്റവാക്കിൽ പറയാണ്, അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സിന് ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അദ്ദേഹത്തിൻ്റെ കർമ്മനിരതനായ അല്ലെങ്കിൽ നിസ്വാർത്ഥ സേവനം അനുഷ്ഠിക്കുന്ന അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഇനിയും മുമ്പ് അത് സുഗമമായി ചെയ്യാൻ കഴിയട്ടെ എന്നും അതിനും ശ്രീനാരായണ ഗുരുദേവൻ്റെയും എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവിധ ആശംസകളും. നാട്ടുകാർ SNDP
യൂണിയൻ പ്രസിഡന്റ് കാശ്നാഥ്, ബോർഡ് മെമ്പറായ പ്രകാശ് കടലിൽ ഇവിടെ എത്തിച്ചേർന്ന് കിറ്റുകൾ കൊടുക്കുവാൻ വേണ്ടി എത്തിയ എല്ലാവർക്കും എല്ലാവരും പേരിൽ നന്ദി അവസാനിപ്പിക്കുന്നു. സിദ്ധാർത്ഥേട്ടൻ ഇത്രയും നല്ലൊരു കാര്യങ്ങൾ നമ്മുടെ അടിശ്ശേരി ശാഖയിൽ വന്നതിന് ശേഷം ഓരോ കാര്യങ്ങളും മുമ്പോട്ട് നല്ലതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് ശാഖയിൽ പുസ്തക വിതരണവും അതേപോലെ എല്ലാ കാര്യങ്ങൾക്കും മുന്നോട്ട് വന്ന് 2 പ്രസിഡന്റ് സെക്രട്ടറി സിദ്ധാർത്ഥേട്ടന് ആയുസ് ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ